ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ മഴയൊക്കെ തുടങ്ങിയ കാരണം ചൂടിനൊക്കെ കുറച്ചൊരു ആശ്വാസം ഉണ്ട് അല്ലേ? ഞങ്ങളുടെ ഇവിടെയാണെന്ന് വെച്ചെങ്കിൽ തീരെ മരങ്ങളൊന്നുമില്ല. മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി മണ്ണെടുത്തിട്ടാണ് ഞങ്ങൾ വീട് പണിതിട്ടുള്ളത്. അത് കാരണം വെയിലിന് ഒരു തടയുമില്ല. അത് കാരണം ഭയങ്കര വെയിലാണ് ഇവിടെ കേട്ടോ. വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര ചൂടും പുഴുക്കുമാണ്. അപ്പം ഞാൻ ഇന്ന് ജോലിയുള്ള ദിവസമായ കാരണം 5:30 ആകുമ്പോൾ എണീച്ച് വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇന്ന് എന്താണാവോ ഒരു മടി പിടിച്ച ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പം ഞാനിന്ന് തീ കൂട്ടിയിട്ടൊന്നുമില്ല. ഇന്ന് കുക്കറിലാണ് ചോറ് വയ്ക്കാനുള്ള പരിപാടി. പിന്നെ നേരം വെളുക്കണമല്ലോ, അപ്പോൾ ഉള്ളിയൊക്കെ നന്നാക്കി വെക്കുകയാണ്. ഉള്ളി സാമ്പാർ ഉണ്ടാക്കാമെന്നുള്ള പരിപാടിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ എപ്പോഴും വണ്ടികൾ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് വോയിസ് ഓവർ കൊടുക്കാനൊന്നും ചിലപ്പോൾ പറ്റാറില്ല. എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടികളുടെ ശബ്ദം ഉണ്ടാവും കേട്ടോ. അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഈ മട്ട അരിയിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴുകിയിട്ടാണ് ഞാനത് കുക്ക് ചെയ്യാറ്. അപ്പോൾ ചായക്ക് ഇന്ന് ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും ഉണ്ടാക്കാൻ എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും എളുപ്പമുള്ള സാധനം പുട്ടാണല്ലോ. അതിലേക്ക് പിന്നെ പഴം കൂടിയാണ് വെച്ചെങ്കിൽ പിന്നെ ഒന്നും കൂടി എളുപ്പമായി. അപ്പം നോക്കുമ്പോൾ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ പിന്നെ ഞാനതൊന്ന് പുഴുങ്ങിയിട്ട് എടുത്തു കേട്ടോ. ഇനി സാമ്പാർ വയ്ക്കാനുള്ള പരിപാടി നോക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പുളി കുറച്ച് വെള്ളത്തിലിട്ടു. പരിപ്പ് കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിക്കുകയാണ്. തക്കാളി മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ഒപ്പം ഇടുന്നുണ്ട്. വേറെ ഒന്നും അതിൽ ഇടില്ല കേട്ടോ. അത് മാത്രം ഇട്ടിട്ട് വിസിലടുപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ ചുവന്നുള്ളിയൊക്കെ ചട്ടിയിൽ വാട്ടിയിട്ടാണ് ഉണ്ടാക്കണത് സാമ്പാർ. ഇത് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞാനിവിടെ അധികം പച്ചക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അത് മോന് പച്ചക്കറിയാണ് കൂടുതൽ ഇഷ്ടം. അവന് സാമ്പാറും പപ്പടവും അങ്ങനത്തെ വിഭവങ്ങളൊക്കെയാണ് അധികം ഇഷ്ടം. മീൻ കറിയോടൊന്നും വലിയ താല്പര്യമില്ല. അത് കാരണം ഞാൻ മീൻ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കാറുള്ളൂ. മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ധാരാളമാണ്. പിന്നെ ഞാൻ വറക്കാനുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ പരട്ടി വയ്ക്കുകയും ചെയ്യും. രാവിലെ എത്ര നേരത്തെ എണീച്ചാലും ജോലിക്ക് പോകാൻ നിൽക്കണ നേരത്ത് ആകെ ഒരു തിക്കും തിരക്കാണ് കേട്ടോ. ഒരു പിടച്ചിലാണ് വീട്ടിൽ. അതെന്താണെന്ന് അറിയണില്ല. ആ ഒരു സ്വഭാവം മാറണില്ല. പിന്നെ ഞാനിവിടെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റിലെ അക്കൗണ്ടൻ്റായിട്ടാണ് ജോലി ചെയ്യണത്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ മതി അവിടേക്ക് എത്താൻ. വണ്ടിമേലാണെന്ന് വെച്ചാൽ 5 മിനിറ്റ് ഒക്കെ ഇനി വേണ്ട കേട്ടോ. പക്ഷെ ഇവിടെ നിന്നാണ്ട് ഇറങ്ങി കിട്ടണ്ടേ? ഇറങ്ങിയാലല്ലേ അങ്ങോട്ട് എത്തുള്ളൂ. ഇറങ്ങാനാണ് പണി. ഇപ്പോൾ മഴക്കാലമാണ് വരണത്. അപ്പോൾ അതാലോചിക്കുമ്പോൾ അതിലും കുറച്ച് പേടിയുണ്ട്. കോട്ടൊക്കെ ഇട്ടിട്ട് വണ്ടി ഓടിക്കണ്ടേ? എൻ്റെ വണ്ടിയാണെന്ന് വെച്ചെങ്കിൽ ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ. ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല ഞാൻ. അപ്പോൾ ഇലക്ട്രിക് വണ്ടിയുമേലാണ് പോണത്. ഒരു 3 വർഷമൊക്കെ ആയി. പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഞാൻ വണ്ടി ഓടിക്കലൊക്കെ പഠിച്ചതാണ്.
ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോണുണ്ട്. പിന്നെ ഇന്ന് രാവിലെ തന്നെ നല്ല മഴക്കാറാണ് കേട്ടോ. അത് കാരണം ഞാൻ തുണികളൊക്കെ പുറത്ത് ഇട്ടില്ല, മുറ്റത്തിട്ടില്ല, അവിടെ ഷീറ്റിൻ്റെ അടിയിലാണ് ഇട്ടത്. ഇനിയിപ്പോൾ പോകേണ്ട കാര്യങ്ങൾ നോക്കാനായി. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ നിറച്ചു പാത്രത്തിലാക്കി. ഇനി പോകേണ്ട തിരക്കാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.